ആദ്യം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോട് അത് നേരിട്ട് ചെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതിനൊരു തേർഡ് പാർട്ടിയെ വെക്കാന്നൊക്കെ പറഞ്ഞാൽ കൊള്ളാവുന്ന പെമ്പിള്ളേരാണെങ്കിൽ അപ്പോഴേ അവൻ്റെ ചീട്ടങ്ങ് കീറും. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. അതുകൊണ്ട് നീ നിന്റെ ഇഷ്ടം അവളോട് നേരിട്ട് പറയണം. നാളെ തന്നെ. നാളെ പറയാൻ പറ്റിയ ദിവസമാണ് വാലന്റൈൻസ് ഡേ. Dear students, please listen. വാലന്റൈൻസ് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു ചെറിയ റിയാലിറ്റി ഷോ നടത്താൻ പോവാം. അങ്ങനെ പോവല്ലേ റോയ്ത്ത? താനും കൂടി പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇവരൊക്കെ വിളിച്ചു കൂട്ടിയത് അനൗൺസ് ചെയ്തു. ഒന്ന് നിൽക്കുന്നേ ഒരു 5 മിനിറ്റ്. അപ്പോഴേ ഞാനിവിടെ ചുവന്ന റോസാപ്പൂ പിടിച്ചിട്ട് നടക്കുന്ന ഇപ്പുണ്ടാവട്ടോ. ഓക്കെ. റോസാപ്പൂ സിന്ന റോസാപ്പൂ റോസാപ്പൂ. 2, 3, 5 കൊല്ലം ഞാൻ ഈ ലെവലിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത്. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. പറയുന്നു ഇഷ്ടമല്ല. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളുടെ പിന്നാലെ പോവാൻ. ഞാൻ വേറൊരു ബോറിനല്ലാന്ന്. എൻ്റെ അച്ഛൻ ഹൈക്കോർട്ടിലെ സാമാന്യം തിരക്കുള്ളൊരു വക്കീല. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലെങ്കിലും BEd കഴിഞ്ഞതാ. ഒരേ ഒരു ചേച്ചി 2 കൊല്ലം കഴിഞ്ഞ അവള് ഡോക്ടറാ. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അല്ല, ഞാൻ എൻ്റെ ഫാമിലി സെറ്റപ്പ് ഇങ്ങനെയാന്ന് പറയുമായിരുന്നു. ഇങ്ങനെ ഒരു ഫാമിലി എന്നായതുകൊണ്ട് എനിക്ക് എത്ര ശ്രമിച്ചാലും എനിക്ക് ബോറനാവാൻ പറ്റില്ല. സത്യം, ഇറ്റ്സ് എ ഫാക്ട്. എൻ്റെ അമ്മയും ഫ്രണ്ട്സ് എല്ലാം പറയാറുണ്ട് ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഒരുപാട് കഷ്ടപ്പെടുന്നു. കഷ്ടപ്പെടാൻ വരുന്നു. അല്ല, കഷ്ടപ്പെടാൻ വരുന്നു വന്ന നന്നായിരിക്കുമല്ലേ? ഞാനിതൊരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. ബി പ്രാക്ടിക്കൽ. നീ മോശമാണെന്നൊന്നും അല്ല, പക്ഷെ എനിക്കിത് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര വലിയ പ്രപ്പോസലാ. Then why should I choose you? Please, ഒന്ന് പോയി തരൂ. നീ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നവര് എന്ത് ചതി ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കവരെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. സങ്കടമുണ്ട് എന്ന് കരുതി ഞാനിതും വിചാരിച്ചോണ്ടിരിക്കാനൊന്നും പോകുന്നില്ല. ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ നീ എനിക്കൊരു ഓർമ്മയാണ്. വെറും ഒരു ഓർമ്മ. സത്യം പറഞ്ഞ മടുത്തല. നിർത്താൻ പോണേണല്ല. എൻ്റെ പൊന്ന് സബാനെ, ഇതുകൊണ്ടൊന്നും നീ പരിപാടി നിർത്താൻ പോണില്ലെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. എടാ പോയത് പോട്ടറാ, നീ അടുത്ത പരിപാടി പിടിക്ക്. എടാ നിനക്കുള്ള എന്തായാലും നിന്റെ അടുത്ത് എത്തും. എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എൻ്റെ കൊടക്കീഴിലേക്ക് ഓടിക്കയറിയ ഒരാളാ താൻ. മഴ തീർന്നപ്പോ ഓക്കെ ബൈ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ ഒറ്റ പോക്ക അല്ലേടോ? പൂജ ഒരു വലിയ വീട്ടിലെ കുട്ടിയാ. പൂജ ഒരു വലിയ വീട്ടിലെ കുട്ടിയാണ്. ഒരുപാട് ഉയരങ്ങൾക്ക് എത്തേണ്ട ആളാ. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ആളാണ്. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ തമ്മിൽ കുറേ കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാനാ 3 ആഴ്ചയായിട്ട് നീ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ വന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ നമുക്ക് വേണ്ടേ? വേണ്ടല്ലേ? ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാനൊഴിച്ചു. എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്. ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി കുട്ടിന്. മഞ്ഞ പൊഴിയുന്ന യാമം, മഴവില്ല വിരിയുന്ന നേരം, എന്നാക്കാവു തേടുന്നതാരെയോ? മേഘങ്ങൾ പോലെ എന്നും നിൻ ഹൃദയത്തിൻ താഴ്വാരത്തിൽ ചേക്കേറി തുടിക്കുന്നതാരാണോ? താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.